Hi everyone, welcome back to my YouTube channel Top Mark Academy. ടോപ്പ് മാർക്ക് നേടാം ടോപ്പ് മാർക്കിലൂടെ. ഈ പുതിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൻ്റെ ഒരു വിശദീകരണമാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ആദ്യ പാർട്ട് കൈകാര്യം ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അഥവാ ബാക്കി ഭാഗങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ചെറിയ വിശദീകരണമാണ് ഇതിൽ നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. Though the combatants were unaware of my presence in the banyan tree. ആ കോമ്പാറ്റൻസ് എന്ന് പറഞ്ഞാൽ പോരാളികൾ. ഇവിടെ സ്നേക്കും അതുപോലെ തന്നെ മംഗൂസുമാണ് പോരാളികൾ. അവർ രണ്ടുപേരും ഞാൻ ആ ആൽമരത്തിലിരിക്കുന്നത് അറിഞ്ഞിരുന്നില്ല. They soon became aware of the arrival of 2 other spectators. വൈകാതെ അവർ വേറെ 2 പേരുടെ സാമീപ്യം അവർ മനസ്സിലാക്കി. 2 കാണികളുടെ സ്പെക്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണികൾ, അവരുടെ സാമീപ്യം മനസ്സിലായി. 2 കാണികൾ, one was a myna and other a jungle crow, not the wily urban crow. ഒന്ന് ഒരു മൈനയായിരുന്നു, മറ്റൊന്നൊരു കാക്കയായിരുന്നു. നാട്ടുകാക്കയല്ല, ഒരു കാട്ടുകാക്കയായിരുന്നു. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. ഇനി 2 മൈനയും അതുപോലെ തന്നെ കാക്കയും തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ഇവരെ കാണുന്നത്, ഇവരുടെ ഫൈറ്റ് നോക്കി നിൽക്കുകയായിരുന്നു. അവർ 2 പേരും ഒരു കാക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിമുൾച്ചെടിയിലിൻ്റെ മുകളിൽ നിന്നിട്ട് ഇവരുടെ പോരാട്ടം കാണുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. കോബ്ര ഡിഫെൻസീവിൽ നിന്നു, അഥവാ പ്രതിരോധിച്ചുകൊണ്ട് നിന്നു. ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. പലപ്പോഴും അത് വശങ്ങളിലേക്ക്, സൈഡിലേക്ക് ചലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മംഗൂസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫാൾസ് മൂവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ഇതേ സമയം ബട്ട് മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. മംഗൂസിനെ അറിയാമായിരുന്നു തൻ്റെ ഓപ്പോണൻ്റായിട്ടുള്ള സ്നേക്കിന് കോബ്രയുടെ കണ്ണുകളുടെ ശക്തി. വളരെ ഉദിച്ചുകൊണ്ട് ഒരിക്കലും വിങ്ക് ചെയ്യാത്ത കണ്ണുകളുടെ ശക്തി മംഗൂസിനെ അറിയായിരുന്നു. അതുകൊണ്ട് ആ കണ്ണുകളിലേക്ക് ഒരിക്കലും മംഗൂസ് നോക്കുക ഉണ്ടായില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. അപ്പോൾ അതിന് കണ്ണിന് പകരം കീരി പാമ്പിൻ്റെ ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തിയുടെ താഴേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അവിടേക്ക് വളരെയധികം അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നു. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. കോബ്രയുടെ പിടി വീഴുവന്ന ഘട്ടത്തിനടുത്തെത്തിയതോടെ കീരി ഒരു വശത്തേക്ക് ചെറുതായിട്ട് നീങ്ങുന്നത് പോലെ തോന്നി. അടുത്ത നിമിഷം തന്നെ മൂർഖൻ ആഞ്ഞു കുത്തി. അവൻ്റെ പത്തി ഹൂഡ് വളരെ വേഗം താഴ്ന്നു വന്നു. ഐ തോട്ട് കീരിയെ രക്ഷിക്കുവാൻ ഒന്നിനും തന്നെ കഴിയില്ല എന്ന് ഞാൻ കരുതി. ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ ആ ചെറിയ ജീവി ഒരു വശത്തേക്ക് എടുത്തു ചാടി. ആൻഡ് darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. മൂർഖനെ പോലെ തന്നെ വേഗം സംഭരിച്ച കീരി പാമ്പിൻ്റെ പുറകിൽ കടിച്ചു കുടഞ്ഞിട്ട് തെന്നിമാറി. The moment the cobra struck, the crow and the myna hurled themselves at him. മൂർഖൻ കുത്തിയ പാട് തന്നെ, സ്ട്രക്ക് ചെയ്ത സമയത്ത് തന്നെ കാക്കയും അതുപോലെ തന്നെ മൈനയും പറന്നുയർന്ന് ചിരച്ചിട്ട് വീണ്ടും they returned to the cactus plant. വീണ്ടും അവർ
കാക്ടസ് പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ കോബ്രാസ് ബാക്ക്. കോബ്രയുടെ പുറത്തു നിന്നും 1-2 തുള്ളി രക്തം പുറത്തേക്ക് പൊടിഞ്ഞു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. കോബ്ര വീണ്ടും എന്ത് ചെയ്തു? കൊത്താൻ ശ്രമിച്ചു. ബട്ട് അത് മിസ്സായി. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്. വീണ്ടും മംഗൂസ് എടുത്തു ചാടി, തെന്നിമാറി. എന്നിട്ട് മൂർഖൻ്റെ പുറത്ത് ആഞ്ഞു കടിച്ചു. പക്ഷികളാകട്ടെ പറന്നുയർന്നിട്ട് വീണ്ടും പഴയതുപോലെ കള്ളിമുൾച്ചിടയിൽ ഇരപ്പുറപ്പിച്ചു. The third round followed the same course as the first, but with one dramatic difference. മൂന്നാമത്തെ ആക്രമണം ഉണ്ടായി. അതിന് വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other's as well as their mark. പതിവ് പോലെ തന്നെ കാക്കയും അതുപോലെ തന്നെ മൈനയും ഈ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടത് കണ്ടുകൊണ്ട് നിന്നു. അവർ എയറിലേക്ക് ഉയർന്ന് വീണ്ടും കള്ളിമുൾച്ചിടയിൽ വന്നിരിക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. മൈന എയറിലേക്ക് ഉയർന്ന് അത് വീണ്ടും കള്ളിമുൾച്ചിടയിൽ തന്നെ വന്നിരുന്നു. ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് അറ്റ് ദ മിഡ് ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ ക്രോയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് വീണ്ടും അവിടെ തന്നെ വന്നിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് ഉയർന്നതും കോബ്ര വന്ന് അതിനെ തട്ടിയതും ഒരുമിച്ചായിരുന്നു. കോബ്രയുടെ കുത്തേറ്റ് അത് ഒരുപാട് ദൂരത്തേക്ക് കാക്ക പറന്ന് വീണു. കുറേ സമയം അത് നിശ്ചലമായി അവിടെ കിടന്നു. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while it lay still. ഞാൻ കണ്ടു ആ പക്ഷി 20 അടി അപ്പുറത്തേക്ക് ഗാർഡനിലേക്ക് അത് പറന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അവിടെ എത്തിയിട്ട് ഇറ്റ് ഫ്ലറ്ററിങ് അബൌട്ട് ഫോർ എ വൈൽ, കുറച്ച് നിമിഷം അത് അതിൻ്റെ ചിറകിട്ടടിച്ചു. ദെൻ ഇറ്റ് സ്റ്റേ സ്റ്റിൽ, വൈകാതെ അത് ചലമില്ലാതെ കിടന്നു. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്, വെരി വൈസ്ലി റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. മൈന പിന്നീട് അതിലൊന്നും ഇടപെടാതെ അവിടെ തന്നെ ആ കാക്ടസിൻ്റെ മുകളിൽ തന്നെ അനങ്ങാതെ നിന്നു. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs, and with lightning snap had the big snake by the snout. ഈ സമയമായപ്പോഴേക്കും കോബ്ര വളരെയധികം ക്ഷീണിച്ചിരുന്നു. ആൻഡ് ദ മംഗൂസ്, കീരി, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, പാമ്പിൻ്റെ അടുത്തേക്ക് യാതൊരു ഭയവും കൂടാതെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിൻ്റെ കാലുകളിൽ ഉയർന്നു നിന്നു. എന്നിട്ട് അത് വളരെ വേഗതയിൽ വളരെ ശക്തിയോടെ അതിൻ്റെ തലയിൽ പിടുത്തമിട്ടു. ഈ സമയം മൂർഖൻ പരിഭ്രാന്തിയോടെ കീരിയെ വരിഞ്ഞു മുറുക്കി. The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. പക്ഷേ all to no avail, അതൊന്നും എന്താ ഇതില്ല, ഫലവത്തായിട്ടില്ല. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its curing length, and gripping it to round the hood, dragged into the bushes. എന്നാൽ ഇതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. തൻ്റെ പരിശ്രമം മൂർഖൻ നിർത്തുന്നതുവരെ കീരി പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. മൂർഖൻ പാമ്പ് അത് ലാസ്റ്റ് അത് ക്ഷീണിച്ച് ഒന്നുമല്ലാതായി ആകുന്നതുവരെ കീരി അതിൻ്റെ പരിശ്രമം അറ്റാക്ക് ചെയ്യൽ തുടർന്നു കൊണ്ടേയിരുന്നു. അവസാനം ഒന്ന് മണത്തതിന് ശേഷം മൂർഖനെ കുറ്റിക്കാട്ടിലേക്ക് കീരി വലിച്ച് കൊണ്ടുപോയി. He then smelt along its curing length, and gripping it round the hood, dragged into the bushes. കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation, then flew away. ഇതോടുകൂടി മൈന ശ്രദ്ധയോടെ തറയിലേക്ക് പറന്നു വന്നു. സുരക്ഷിതമായ അകലത്തിൽ അത് ചാടിക്കൊണ്ടിരുന്നു. പിന്നെ അഭിനന്ദിക്കുന്ന രീതിയിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് അത് പറന്നകന്നു. When I had also made a cautious descent from the tree
and returned to the house, I told grandfather of the fight I had seen. ഞാൻ വളരെ ശ്രദ്ധിച്ച് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. അവിടെ കണ്ട പോരാട്ടത്തെക്കുറിച്ച് ഞാൻ മുത്തശ്ശനെ അറിയിച്ചു. കീരി വിജയിച്ചതിൽ മുത്തശ്ശന് സന്തോഷം തോന്നി. He was pleased that the mongoose had won. കീരി വിജയിച്ചതിൽ മുത്തശ്ശന് വളരെയധികം സന്തോഷം തോന്നി. He had encouraged it to live in the garden to keep away the snakes and fed it regularly with the scraps from the kitchen. He had never tried taming it because wild mongoose was more useful than a domesticated one. ഒരിക്കലും കീരിയെ ഇണക്കുവാൻ മുത്തശ്ശൻ ശ്രമിച്ചില്ല. അതിന് കാരണമുണ്ട്. ഇണങ്ങാത്ത ഒരു കീരി തന്നെയാണ് ഇണക്കി വളർത്തുന്ന കീരിയേക്കാൾ ഉപകാരപ്രദം. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നും ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ മുത്തശ്ശൻ കീരിക്ക് നൽകാറുണ്ടായിരുന്നു. മാത്രമല്ല, കീരിയെ കൊണ്ടുള്ള ഉപകാരമുണ്ട്. പാമ്പിനെ തുരത്താൻ എപ്പോഴും കീരി നല്ലതാണ് എന്ന് അച്ഛന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ ഇതിലെന്ത് ചെയ്തത്? ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് മംഗൂസ് ഹാഡ് വോൺ. മംഗൂസ് വിജയിച്ചല്ല അച്ഛൻ സന്തോഷിച്ചത്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with the egg in his mouth and knew he had been in the poultry house. ആൽമരത്തിലിരുന്നു കൊണ്ട് ഞാൻ കീരി ഉദ്യാനത്തിലൂടെ നടന്നു നീങ്ങുന്നത് ഞാൻ ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ അതൊരു മുട്ടയും കടിച്ചെടുത്ത് നീങ്ങുന്നത് കണ്ടു. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. കോഴിക്കൂട്ടിൽ നിന്നാണ് ആ എഗ്ഗ് എടുത്തിരുന്നത് എങ്കിലും കീരി കോഴികളെ ഉപദ്രവിച്ചിരുന്നില്ല. മാത്രമല്ല, കീരി പലപ്പോഴും ഉപദ്രവകാരികളായിട്ടുള്ള പാമ്പിനോട് ശത്രുത പുലർത്തുകയും അവയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മുത്തശ്ശി കീരിയോട് ക്ഷമിക്കുവാൻ ഒരുക്കമായിരുന്നു. മുത്തശ്ശിക്ക് കീരിയുടെ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ഒരു ചാരനിറമുള്ള അണ്ണാൻ്റെയും വെള്ളലിയുടെയും സംഗമസ്ഥാനം കൂടിയായിരുന്നു ആൽമരം. വെള്ളലി, the white rat was grandfather's. വെള്ളരി ഗ്രാൻഡ്ഫാദറിൻ്റേതായിരുന്നു. He had bought it from the bazaar for 4 annas. 4 അണ കൊടുത്തിട്ട് വെള്ളരിയെ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചതായിരുന്നു മുത്തശ്ശൻ. But I would often take it with me into the roots and branches of the tree. ഞാനതിനെ ഇടയ്ക്കിടെ ആൽമരത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് എടുക്കാറുണ്ടായിരുന്നു. Banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. അവിടെ വെച്ചാണത് അണ്ണാനുമായിട്ട് സൗഹൃദത്തിലായത്. ആ ബനിയൻ ട്രീയിൽ വെച്ചാണ് ഈ വെള്ളലി അണ്ണാനുമായി സൗഹൃദത്തിലായത്. ശിഖരങ്ങളിലൂടെ അവ ചെറിയ സവാരികൾക്കായി നീങ്ങാറുണ്ടായിരുന്നു. Then the squirrel started building a nest. വൈകാതെ അണ്ണാൻ ഒരു കൂടുണ്ടാക്കുവാൻ ആരംഭിച്ചു. At first she tried building it in my pocket. ആദ്യം അത് വീടുണ്ടാക്കാൻ ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിലായിരുന്നു. And when I went indoors and changed my clothes, I would find straw and grass falling out. ഞാൻ പലപ്പോഴും വീടിനകത്തേക്ക് പോയി എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ പുല്ലും അതുപോലെ തന്നെ വൈക്കോലുമൊക്കെ കണ്ടിരുന്നു. Then one day grandmother's knitting was missing. ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ സൂചി മിസ്സായി. തുന്നിക്കൊണ്ടിരിക്കുന്ന സൂചി കാണാതായി. Next day I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. പിറ്റേ ദിവസം ഞാനിങ്ങനെ ആൽമരത്തിലൊരു പൊത്തിൽ എന്തോ തിളങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടു. അതെന്താണെന്ന് പരിശോധിച്ച് ഞാൻ മുത്തശ്ശിയുടെ തുന്നൽ സൂചിയുടെ അറ്റമാണ് കണ്ടത്. കൂടുതൽ നോക്കിയപ്പോൾ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ
hole was crammed with knit. കൂടുതൽ നോക്കിയപ്പോൾ ആ പൊത്തിൽ മുഴുവൻ തുണി കണ്ടു. And amongst the wool were the 3 baby squirrels, all of them white. ആ കമ്പിളിനൂലുകൾക്കിടയിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും നിറം വെള്ളയായിരുന്നു. ഗ്രാൻഡ് ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. ഗ്രാൻഡ് ഫാദർ അതിനു മുൻപ് വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങൾ അതിനെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി. വി വെയർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ കുറച്ച് സമയം അമ്പരപ്പോടെ നിന്നു. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദ ട്രീ, ഗ്രാൻഡ് ടോൾ മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. വെള്ളലി ഇടയ്ക്കിടെ ആൽമരത്തിൽ എത്താറുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ തന്നെയായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ പിതാവെന്ന് മുത്തശ്ശൻ കണക്ക് കൂട്ടി. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ, he said, and so it was quite possible for them to have offspring, in this case white squirrels. എലികൾക്കും അണ്ണാനും ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാകാം എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് കടുകട്ടിയുള്ള വേർഡുകളൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സുകാർക്ക് ഒരു പ്രയാസമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ 2-3 തവണ കാണുവാൻ ശ്രമിക്കുക, എന്നാലേ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എനിവേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ.